വചനം 247. വഖാല ലഹും, അവരോട് പറയുകയും ചെയ്തു, നബിയുഹും, അവരുടെ പ്രവാചകൻ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഖദ് ബഅസ, നിയോഗിച്ചു തന്നിട്ടുണ്ട്, ലക്കും, നിങ്ങൾക്ക്, താലൂത, താലൂത്തിനെ, മലിക, ഒരു രാജാവായിട്ട്. ഖാലൂ, അവർ പറഞ്ഞു, അന്നാ യകൂനു, എങ്ങനെ ഉണ്ടാകും, ആകുന്നതെങ്ങനെ, ലഹു, അവന്, അൽ മുൽക്കു, രാജത്വം, അലൈന, ഞങ്ങളുടെ മേൽ, വനഹ്നു, ഞങ്ങളാവട്ടെ, അഹഖു, കൂടുതൽ അർഹരാണ്, ബിൽ മുൽക്കി, രാജത്വത്തിന്, മിൻഹു, അവനേക്കാൾ, വലം യുഅ്ത, അവനു നൽകപ്പെട്ടിട്ടുമില്ല, സഅതൻ, വല്ല കഴിവും, ഒരു വലുപ്പം, വിശാലത, മിനൽ മാലി, ധനത്തിൽ നിന്ന്, ധനത്താൽ, ധനം സംബന്ധിച്ച്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഇസ്തഫാഹു, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, വസാദഹു, അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, ബസ്തൻ, വികാസം, വിശാലത, വലുപ്പം, ഫിൽ ഇൽമി, അറിവിൽ, ജ്ഞാനത്തിൽ, വൽ ജിസ്മി, ശരീരത്തിലും, വല്ലാഹു യുഅ്തി, അല്ലാഹു കൊടുക്കും, മുൽക്കഹു, അവന്റെ വക രാജത്വം, മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വല്ലാഹു വാസിഉൻ, അല്ലാഹു വിശാലനാണ്, അലീം, അറിയുന്നവനാണ്. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിയോഗിച്ചു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, എങ്ങനെയാണ് അവന് ഞങ്ങളുടെ മേൽ രാജത്വം ഉണ്ടാകുന്നത്? ഞങ്ങളാകട്ടെ രാജത്വത്തിന് അവനേക്കാൾ അർഹതയുള്ളവരാകുന്നു. മാത്രമല്ല, ധനം സംബന്ധിച്ച് വേണ്ടുന്ന ഒരു കഴിവും അവന് നൽകപ്പെട്ടിട്ടുമില്ല. എന്നിരിക്കെ അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും അല്ലാഹു അദ്ദേഹത്തെ നിങ്ങളുടെ മേൽ രാജത്വത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ അദ്ദേഹത്തിന് അറിവിലും ശരീരത്തിലും വികാസം കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ വക രാജ്യത്വം നൽകുന്നു. അല്ലാഹു വിശാലനും എല്ലാം അറിയുന്നവനുമാകുന്നു. വചനം 247 വിശദീകരണം. അവരുടെ അപേക്ഷപ്രകാരം താലൂത്ത് എന്നു പേരായ ഒരാളെ അവർക്കു രാജാവാക്കി നിശ്ചയിച്ചു കൊടുത്തു. ഈ വിവരം പ്രവാചകൻ അവരെ അറിയിച്ചപ്പോൾ അവർക്കു അത് തൃപ്തിപ്പെട്ടില്ല. അതെങ്ങനെ ശരിയാകും? അവനേക്കാൾ അർഹത അതിനു ഞങ്ങൾക്കാണല്ലോ ഉള്ളത്. ധനം കൊണ്ടുള്ള കഴിവും അവനില്ല എന്നൊക്കെയായിരുന്നു അവരുടെ പ്രതികരണം. പ്രവാചകൻ അവരെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി. ഒന്നാമത്, അല്ലാഹുവാണ് അദ്ദേഹത്തെ രാജാവാക്കി നിയമിച്ചത്, ഞാനല്ല. നിങ്ങൾക്ക് രാജാവാകുവാൻ അദ്ദേഹം മതിയെന്ന് അല്ലാഹുവിനറിയാവുന്നത് കൊണ്ടാണല്ലോ അവൻ അങ്ങനെ ചെയ്തത്. രണ്ടാമത്, അറിവ് കൊണ്ടും ശരീരസ്ഥിതി കൊണ്ടും അദ്ദേഹം മികച്ചു നിൽക്കുന്നു. ഭരിക്കുവാനും നയിക്കുവാനും വേണ്ടത് അറിവാണ്. യുദ്ധം പോലെയുള്ള സന്നിഗ്ധഘട്ടങ്ങളെ നേരിടുവാൻ വേണ്ടത് ശരീരശക്തിയാണ്. രണ്ടും അദ്ദേഹത്തിനുണ്ട്. മൂന്നാമത്, രാജ്യത്വം നൽകലും മറ്റും അല്ലാഹു തൻ്റെ ഉദ്ദേശമനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മുടെ അഭിപ്രായത്തിനു സ്ഥാനമില്ല.
നാലാമത്, അനുഗ്രഹം കൊണ്ടും കഴിവുകൊണ്ടും കരുണ കൊണ്ടുമെല്ലാം അള്ളാഹു അങ്ങേയറ്റം വിശാലനാണ്. അവൻ സർവജ്ഞനുമാണ്. അപ്പോൾ സൃഷ്ടികളുടെ ഗുണവും ആവശ്യവും അവനു അജ്ഞാതമല്ല. അതിലവൻ പിശുക്കും കാണിക്കുകയില്ല എന്നൊക്കെ. ഇസ്രായേല്യർ 12 ഗോത്രങ്ങളായിരുന്നുവല്ലോ. അവരിൽ ലേവി ഗോത്രത്തിൽ പ്രവാചകത്വവും യഹൂദ്യ ഗോത്രത്തിൽ ന്യായാധിപത്യവും പാരമ്പര്യമായി തുടർന്നു പോന്നിരുന്നു. അവരിൽ ഒരു ചെറുഗോത്രമായ ബിനിയാമീൻ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു താലൂത്ത്. അദ്ദേഹം കാലികളെ മേക്കുക, ചെരുപ്പ് തുന്നുക മുതലായ ജോലികൾ ചെയ്തിരുന്നു. പറയത്തക്ക ധനശേഷിയൊന്നും ഇല്ലായിരുന്നു. അവനേക്കാൾ രാജ്യത്വത്തിന് അർഹൻ ഞങ്ങളാണല്ലോ എന്ന് അവർ പറഞ്ഞത് അതുകൊണ്ടാണ്. താലൂത്ത് എന്ന പേരിന്റെ സ്ഥാനത്ത് ബൈബിളിൽ കാണുന്ന പേർ ശൗൽ എന്നത്രേ. അടിക്കുറിപ്പ്: ശൗലിനെപ്പറ്റി വേദപുസ്തക നിഘണ്ടുവിൽ ഇങ്ങനെ കാണാം: ഇവൻ ഇസ്രായേലരിലെ 1ാമത്തെ രാജാവായിരുന്നു. കാലം ക്രിസ്തുവിന് മുമ്പ് 1050 മുതൽ 1017 വരെ എന്ന് പറയാം. അദ്ദേഹത്തിന് 2 പേരുണ്ടായിരുന്നതാണോ അതല്ല ഒരു പേർ ലോപിച്ച് മാറ്റം വന്നതാണോ ഈ വ്യത്യാസത്തിനു കാരണമെന്നറിഞ്ഞുകൂടാ. ഏതായാലും ഖുർആനിൽ വന്ന പേരുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഈ രംഗം ബൈബിൾ വിശദീകരിച്ചതിൻ്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാകുന്നു: ബിനിയാമീൻ ഗോത്രത്തിൽ കീശു എന്ന ധനികന് ശൗൽ എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. യൗവനവും കോമളത്വവും ഉള്ളവനും എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനുമായിരുന്നു. കീശിൻ്റെ കാണാതായ കഴുതകളെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഭൃത്യനോടൊപ്പം അവൻ മകൻ ശൗലിനെ പറഞ്ഞയച്ചു. തേടിത്തിരഞ്ഞു നടന്ന കൂട്ടത്തിൽ ശമൂവേലിൻ്റെ പട്ടണത്തിലെത്തി. ഇവിടെ ഒരു ദൈവപുരുഷനുണ്ടെന്നും അദ്ദേഹം കഴുതകളെപ്പറ്റി പറഞ്ഞു തരുമെന്നും അദ്ദേഹത്തെ നമുക്ക് കാണാമെന്നും ഭൃത്യൻ പറഞ്ഞു. രണ്ടാളും ചെന്ന് ശമൂവേലിനെ കണ്ടു. അദ്ദേഹം ശൗലിനെ സൽക്കരിക്കുകയും തൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയും ചെയ്തു. ശൗലിൻ്റെ വരവിനെപ്പറ്റി അദ്ദേഹത്തിന് മുമ്പ് തന്നെ വെളിപ്പാടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തെ രാജാവാക്കുന്ന വിവരം അറിയിക്കുകയും രാജധർമ്മത്തെപ്പറ്റി വിവരിക്കുകയും ചെയ്തു. സാധനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ശൗലിനെ ജനമധ്യേ വരുത്തി. എല്ലാവരും സന്തോഷിച്ചു. രാജാവേ, ജയ ജയ എന്ന് വിളിച്ചു. എങ്കിലും ചില നീചന്മാർ ഇവൻ എങ്ങനെ നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ശൗലിനെ ധിക്കരിച്ചു. 1-ാം പുസ്തകം ശമൂവേൽ അദ്ധ്യായം 9-10. ശൗലിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പല യുദ്ധങ്ങളെക്കുറിച്ചും പറയുന്ന കൂട്ടത്തിൽ ശമൂവേൽ 1-ാം പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: ശൗൽ ഇസ്രായേലിൽ രാജത്വം ഏറ്റ ശേഷം മോവാബ്യർ, അമ്മോന്യർ, എദോമ്യർ, സോബാരാജാക്കന്മാർ, ഫെലസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതിക്കാരോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു. അമാല്യരെ അഥവാ അമാലിഖയെ ജയിച്ചു. ഇസ്രായേല്യരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. 1-ാം പുസ്തകം ശമൂവേൽ 14 47 മുതൽ 49 വരെ. ത്വാലൂത്ത് രാജാവിനെക്കുറിച്ച് ഖുർആൻ പ്രസ്താവിച്ചതിൽ നിന്ന് അദ്ദേഹം ഒരു നല്ല മനുഷ്യനും അനുഗ്രഹീതനുമായിരുന്നുവെന്നത്രേ മനസ്സിലാകുന്നത്. ബൈബിളിലെ ചില പരാമർശങ്ങൾ നോക്കുമ്പോൾ കേവലം സാധാരണ രാജാക്കളെപ്പോലെ പല പാകപ്പിഴവുകളും അനുസരണക്കേടുകളും ചെയ്ത ഒരാളാണ് ശൗൽ എന്ന് മനസ്സിലാകുന്നു. ആ സ്ഥിതിക്ക് ഖുർആനോടും മറ്റു തെളിവുകളോടും യോജിക്കുന്നത് മാത്രം ശരിവെക്കുവാനും അതിനെതിരായ പരാമർശങ്ങളെല്ലാം തള്ളിക്കളയുവാനും രണ്ടും കൽപ്പിക്കുവാൻ വയ്യാത്ത ഭാഗം സത്യമെന്നോ അസത്യമെന്നോ നിശ്ചയിക്കാതെ വിട്ടേക്കുവാനും മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും.